ഹലോ, ഇന്ന് ഞാനൊരു എഗ് പപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെക്കേഷനാണല്ലോ, അപ്പോൾ ഓരോ ദിവസം ഓരോ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇത് എയർ ഫ്രയറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓവനിലും ഉണ്ടാക്കാം. ഇന്നിപ്പോൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പപ്സിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. സവോള നന്നായിട്ട് വഴറ്റി അതിൽ ഉപ്പ്, ഞാനിട്ടത് ഉപ്പ്, മസാലപ്പൊടി, ചിക്കൻ മസാലയാണ് ഇട്ടത്. മീറ്റ് മസാല എന്ത് വേണമെങ്കിലും നമുക്കിടാം, എഗ് മസാല എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ചിക്കൻ മസാല ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അത് തണുത്തതിന് ശേഷം ഇതുപോലെ പേസ്ട്രി ഷീറ്റുകൾ വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ. അതും വാങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ നടുക്കേക്ക് നമ്മുടെ മസാലക്കൂട്ട് വെച്ചിട്ട്, മുട്ടയുണ്ടല്ലോ, മുട്ട രണ്ടായിട്ട് മുറിച്ച് ഓരോന്ന് കമഴ്ത്തി വെച്ച് കൊടുത്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ 4 മൂലയും നടുവിലേക്ക് മടക്കി, അറിയാമല്ലോ, പപ്സിൻ്റെ ഷേപ്പ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഓവനിൽ വെക്കാനുള്ള പാത്രത്തിൽ നല്ല ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓയിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ഈ പപ്സ് അതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഞാൻ എന്താ ചെയ്തത്, കുറച്ച് ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതൊരു ബ്രഷ് കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പുരട്ടി കൊടുത്തു. അപ്പോൾ നല്ല ഗോൾഡൻ കളറിൽ കിട്ടും കേട്ടോ നമ്മുടെ പപ്സ്. അപ്പോൾ ഞാൻ എയർ ഫ്രയർ ഓണാക്കിയിട്ട് നമ്മൾ അതിലേക്ക് വെച്ച് ഒരു 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് ആട്ടോ ഞാൻ ആദ്യം വെച്ചുള്ളൂ. പക്ഷേ അത് പോരാ, 10 മിനിറ്റ് പോരാ, എനിക്ക് വീണ്ടും വെക്കേണ്ടി വരുന്നു. അപ്പോൾ എനിക്ക് തോന്നണത് ഒരു 170 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റ് വരെ വെക്കാം. 20 മിനിറ്റ് പാകാണെന്ന് തോന്നണം. എനിക്ക് പിന്നെ രണ്ടാമത് വെക്കേണ്ടി വന്നു. അപ്പോൾ 170-ൽ ഇപ്പോൾ ഒരു 20 മിനിറ്റ് വയ്ക്കാം. നമുക്കിത് കണ്ടത്രയായി, ഞാൻ വീണ്ടും വെക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ നമുക്ക് തിരിച്ചിട്ടെടുത്ത് ഞാൻ വീണ്ടും അതെടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ അടിഭാഗം എന്തോന്ന് അറിയണമല്ലോ. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാനൊരു 185 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മുടെ പപ്സ് റെഡിയാണ്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരത്തെ സ്നാക്ക് പപ്സ് ആവട്ടെ. ഓക്കെ.